ഹായ്! ഇസ്രയേലിലെ എൻ്റെ വീട്ടിലെ കുഞ്ഞ് അടുക്കളയെന്ന് കണ്ടാലോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ പഴയ വീടല്ലല്ലോ ഇതെന്ന്, അല്ലേ? എൻ്റെ പഴയ വീടല്ല കേട്ടോ. എൻ്റെ പഴയ പേഷ്യൻ്റ് മരിച്ചുപോയി. അങ്ങനെ ഞാനൊരു പുതിയ ജോലിയിലേക്ക് കയറി. 2 മാസമൊക്കെ ആകാറായിട്ട് ഞാനൊരു പുതിയ ജോലിയിലാണ്. ഇവിടെ ഇതൊരു കൊച്ചു വീടാണ്. എന്നാൽ മനോഹരമായി നല്ല സ്പേഷ്യസ് ആയ ഇടങ്ങളൊക്കെയുള്ള നല്ല സുന്ദരമായ ഒരു വീടാണ് കേട്ടോ. കുഞ്ഞടുക്കളയിൽ എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെയുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ കുറേ മെഷീനുകൾ കാണാം. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള മെഷീനുകളാണിതൊക്കെ. ആദ്യം നിങ്ങൾ കാണുന്ന വൈറ്റ് കളറിലുള്ളത് ബ്രെഡ് റോസ്റ്ററാണ്. ബ്ലാക്കിൽ വൈറ്റിൽ കാണുന്നത് കോഫി മേക്കറാണ്. പിന്നെ കാണുന്നത് നമ്മുടെ മിക്സി വിത്ത് ജ്യൂസറാണ്. ഓറഞ്ച് ലൈറ്റ് ക്രീമിൽ കാണുന്നത് നമ്മുടെ ഒരു ജ്യൂസർ തന്നെയാണ്. പിന്നെ ഉള്ളത് വെയിറ്റ് നോക്കുന്ന മെഷീന്, ഫുഡ് പ്രോസസ്സറ്, റെഡ് കളറിൽ കാണുന്നത് മാവൊക്കെ കുഴയ്ക്കുന്ന മെഷീന്, പിന്നെ ഈ വെള്ള കളറിൽ കാണുന്നത് ചൂടുവെള്ളവും തണുത്ത വെള്ളവും സോഡായും ഒക്കെ എടുക്കുന്ന ഒരു ഫിൽറ്റർ. അങ്ങനെ എല്ലാ സംവിധാനങ്ങളോട് കൂടിയ അത്യാവശ്യം നല്ലൊരു കിച്ചണാണ് നമ്മുടെ കിച്ചണ് കേട്ടോ. പിന്നെ എനിക്കും എൻ്റെ അമ്മച്ചിക്കും പൂക്കളോട് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഓർക്കിഡ് പൂക്കൾ നമ്മുടെ പുറത്ത് സൈഡിലിരുന്നതിനെടുത്ത് നമ്മൾ കിച്ചണിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം ഞാനെടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വാഷ് കൗണ്ടറാണ്. അവിടെ നമ്മളിത് കണ്ടോ, ഇത് നമ്മുടെ ഡ്രെയിനേജാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം നാട്ടിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ സിങ്കിനടുത്ത് ഇങ്ങനെ ഒരു ഡ്രെയിനേജ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം മാത്രം പുറത്തോട്ട് പോയിട്ട് നമുക്ക് ആ വേസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് മാറ്റി കളയാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിങ്ക് ഫുള്ളായിട്ട് പോകുന്നൊരു സംവിധാനം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഇടമാണ് ഇവിടം കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ കൊച്ചടുക്കളയിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാം മനോഹരമായ കുറേ സെറ്റപ്പുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പോട്ട് ലൈറ്റുകളാണ് ഇവിടെയുള്ളത്. നല്ല മനോഹരമായ സ്പോട്ട് ലൈറ്റ്. അതിൻ്റെ ആ വെട്ടമൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എനർജിയാണ് കേട്ടോ. എപ്പോഴും പുറത്തു നിന്നുള്ള വെട്ടവും നമ്മുടെ സ്പോട്ട് ലൈറ്റുകളുടെ വെട്ടവും ഒക്കെ മനോഹരമാണ്. പിന്നെ ഈ കാണുന്നത് ഓവനാണ്. നമ്മുടെ അമ്മച്ചി ഓയിൽ ഉപയോഗിക്കത്തില്ല. ഞങ്ങൾ കൂടുതലും ഓവനിൽ കുക്ക് ചെയ്താണ് ആഹാരം കഴിക്കുന്നത്. പിന്നെ ഇതും നമ്മുടെ മൈക്രോവേവാണ്. അതിനകത്ത് നമ്മൾ ഫുഡൊക്കെ ചൂടാക്കി എടുക്കാൻ വേണ്ടി മാത്രം വല്ലപ്പോഴും മാത്രമായിട്ട് ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ സ്പേസുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ നല്ല ഒരു ഭംഗിയിലും നല്ല ഓർഡറിലുമാണ് കേട്ടോ. ഇച്ചിരി സ്പേസ് ഉള്ളെങ്കിലും നമുക്കവിടെ ഒരുപാട് സ്ഥലം നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ അടുക്കള ഉള്ളത്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് സ്പേസാണ് കേട്ടോ. ഇവിടെ സ്റ്റോറേജ് സ്പേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ, തേയില, അരി, നമ്മളങ്ങനെ പാസ്ത പോലത്തെ സാധനങ്ങൾ, നമ്മുടെ പഞ്ചസാര, നമ്മുടെ റവപ്പൊടികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, തേനുകൾ, സ്വീറ്റ്സുകൾ, ബിസ്ക്കറ്റുകൾ, അതൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടമാണ് ഇവിടം കേട്ടോ. നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടേക്കാണ് നമ്മുടെ ഫുള്ള് ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാറുള്ളത്. അങ്ങനെയാണ് നമ്മളെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴേക്ക് ഒരു 3-4 തട്ട് കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള നല്ല മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇടങ്ങളാണ്. പിന്നെ നമ്മുടെ പോർക്കും കത്തിയും ഒക്കെ വെക്കുന്ന സ്പൂൺ ഐറ്റംസൊക്കെ വെക്കുന്ന സ്റ്റോറേജാണ് അവിടെ ഉള്ളത്. അതിൻ്റെ താഴെയുള്ളിടത്തൊക്കെ നമ്മുടെ ഡിഷുകളൊക്കെ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പെട്ടെന്ന് വേണ്ടുന്ന മെഡിസിനുകൾ, പിന്നെ ടവലുകളൊക്കെ കീപ്പ് ചെയ്യുന്നിടമാണ് അവിടെ. ഇവിടെ നമ്മൾ എളുപ്പം കുക്ക് ചെയ്യുന്ന ഓവനിലൊക്കെ വെക്കുന്ന സാധനങ്ങളും കട്ടിങ് തിങ്സുകളും, അങ്ങനെ കുക്കർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രോവറാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്പൈസസുകൾ വെക്കുന്ന ഇടമാണ് കേട്ടോ. അതൊരു പ്രത്യേക സ്പേസ് ആക്കി ഞാൻ വെച്ചേക്കാണ്. കാരണം ആരെങ്കിലും വന്ന് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് വാഷറാണ്. നമ്മൾ പാത്രങ്ങളൊക്കെ ഫുഡ് വേസ്റ്റ് എല്ലാം കൂടെ ആ ഡ്രെയിനേജിനകത്തോട്ട് മാറ്റിയിട്ട് ഡിഷ് വാഷറിനകത്ത് വെച്ചിട്ട് രാവിലെയും വൈകിട്ടുമായിട്ട് 2 നേരത്തിൽ നമ്മൾ ഇതൊന്ന് ഓണാക്കി കൊടുത്താൽ മാത്രം മതി. നമുക്ക് പാത്രം കഴുകുന്ന ജോലി നമുക്ക് എളുപ്പമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇടമാണ് ആ ഡ്രോയർ. പിന്നെ ഉള്ളത് നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടുന്ന സാധനങ്ങളും അതിൻ്റെ വെസൽസ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നൊരിടമാണ് ഇപ്പോൾ കാണുന്ന ഈ ഡ്രോയർ. എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എപ്പോൾ ചെന്നാലും ഏത് സാധനം എടുക്കാനുള്ള സൗകര്യത്തിന് നമ്മുടെ കയ്യെത്തും ദൂരത്തെല്ലാം നമ്മൾ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായ വളരെ കുഞ്ഞൊരടുക്കളയാണ് എൻ്റെ അടുക്കള. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങളുടെ സിറ്റിംഗ് റൂമാണ്, ഞങ്ങളുടെ ഹാളാണ്. ഞങ്ങൾ അധികം സമയം ഇവിടെ ചിലവഴിക്കാറില്ല.
അവിടെയും ഡൈനിങ് ടേബിളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ അങ്ങനെ ഇരിക്കാറില്ല. രാത്രിയിലെങ്ങാനും ഒരു കുറച്ച് സമയം മാത്രം ചിലവഴിക്കും. പിന്നെ ഈ കാണുന്നത് എൻ്റെ അമ്മച്ചി വരച്ച പിക്ചറുകളാണ്. എൻ്റെ അമ്മച്ചി നല്ല പോലെ പടം വരയ്ക്കും. പിന്നെ എൻ്റെ അമ്മച്ചി പ്രൊഫസറാണ്, മാത്സ് പ്രൊഫസറായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു വിശേഷങ്ങളാണ് എൻ്റെ ഇസ്രായേലിലെ പുതിയ വീട്ടിലെ വിശേഷങ്ങൾ. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.